ഇന്ന് സെക്കൻഡ് സ്കെഡ്യൂൾ ഷൂട്ട് ഡേ 9 ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടാണ് കേട്ടോ, എൻ്റെ വീടാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് ചേട്ടനാണ്. ഈ ചേട്ടൻ എന്തോ ഒരു സാധനം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതെന്താണെന്ന് എന്നോട് ചോദിക്കണം. എനിക്കും വലിയ പിടുത്തൊന്നുമില്ല, എന്ത് വണ്ടിയുടെ സാധനമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ ക്രൂരനായ ശാന്തപ്പൻ ഡാഡ് ഓരോ എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാനാണ് ഇവിടെ എല്ലാവരുടെയും സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ആൾ എന്നെ പറഞ്ഞിട്ട് എനിക്ക് 2-3 സ്റ്റിക്കർ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മേക്കപ്പ് ചേട്ടൻ്റെ കലാവിരുദ്ധാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്ത് തരം ഡാൻസാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വേറെ ഒന്നുമല്ല, ഈ സന്തോഷം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ചേച്ചി ഒരു കണ്ടിന്യൂറ്റി ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ 2-3 ആൾക്കാരും സെയിം കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂം നമ്മൾ എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് ടാറ്റു കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ടാറ്റു കവർ ചെയ്യാണ്. അപ്പോൾ അതെ രണ്ടാമത്തെ ആളുടെ ടാറ്റു കവർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ടാറ്റു ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇനി നിങ്ങൾ ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇതുപോലെ ടാറ്റൂസൊക്കെ നമുക്ക് ചിലപ്പോൾ ഷൂട്ടിനിടയിൽ ഡിസ്റ്റർബൻസ് ആവാറുണ്ട്. കവറപ്പ് ചെയ്യേണ്ടി വരും ചിലതൊക്കെ. അപ്പോൾ അതിലും ഭേദം അടിക്കാതിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫേക്ക് നോട്ട്സ് ആണ് കേട്ടോ, നമ്മുടെ ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫേക്ക് നോട്ട്സ് ആണ് കാണുന്നത്. ഇത് നമ്മുടെ സ്വന്തം ബാബുക്കുട്ടനാണ്. ബാബുക്കുട്ടൻ ഫാൻസ് ഉണ്ടെങ്കിൽ അസംബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എൻ്റെ ഒരു പെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീരക്കുട്ടിയാണ്. ശരിക്കും എൻ്റെ ഒരു അനിയത്തിയുടെ പോലെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചാണ്. ഇന്നും നമുക്ക് കുറച്ചധികം സമയം ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് തൊട്ട് മുമ്പിൽ തന്നെ നമുക്ക് കായലുണ്ട്. അപ്പോൾ കായലിൻ്റെ അവിടെ ഒരു ചേട്ടൻ വന്ന് ഫ്രഷ് മീൻ വിൽക്കുന്നതാണ്. ഇത് നമ്മുടെ മുരുകൻ ചേട്ടനാണ് കൺട്രോളർ. ഇന്ന് ആ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ കാണണം. ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. ചൂര എന്ന് പറഞ്ഞിട്ടുള്ള മീനാണെന്ന് തോന്നുന്നു കേട്ടോ വിൽക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് മീനിനെ കുറിച്ചൊന്നും അത്ര വലിയ നോളേജ് ഒന്നുമില്ല. പക്ഷെ നല്ല ഫ്രഷ് മീനാണ് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മുടെയൊക്കെ വീട് അവിടെയാണെങ്കിൽ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഞാൻ വീട്ടിലോട്ടൊക്കെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ശരിക്കും അവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് പോകുമായിരുന്നു. കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും നമുക്കിപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറയുകയാണ്, ചേട്ടാ വല എറിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരുമെന്ന്. പക്ഷേ അവിടെ വല എറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ തൊട്ടടുത്ത് റിസോർട്ട് ഉണ്ട്. അപ്പോൾ റിസോർട്ടിൽ വന്ന ടൂറിസ്റ്റുകൾ ബോട്ടിൽ എന്തോ ഒരു സ്റ്റണ്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തുള്ള വീട്ടിലെ പയ്യനാണ് കേട്ടോ. നമ്മൾ 2-3 ദിവസം മുമ്പ് അവൻ്റെ വീട്ടിൽ പോയിട്ട് മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ വളർന്ന് വന്ന കുട്ടിയായ കാരണം അവൻ വെള്ളത്തിലോട്ട് ചാടാൻ നിൽക്കുക. അപ്പോൾ അവസാനം അവൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ കൈയും കൂട്ടിപ്പിടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇത് എരിക്കിൻ്റെ ഫ്ലവറാണ്. ഇത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ അപ്പൂപ്പന്താടിയൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് ഇന്ന് കുറേ ടൈം കിട്ടിയ കാരണം തന്നെ നമുക്ക് കുറേ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കാനൊക്കെ ഒരു സമയം കിട്ടി. പിന്നെ ആ ചേട്ടൻ അവസാനം നമുക്ക് ഷോട്ടിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ വല എറിഞ്ഞ് നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ പയ്യന്മാരെല്ലാവരും കൂടി 2 കേക്കൊക്കെ സെറ്റ് ചെയ്തു. മുരുകൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അത് നമ്മുടെ സ്വന്തം കൺട്രോളർ മുരുകൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അതിലത്തെ ആ ഒരു യെല്ലോ കേക്കാണ് ഇഷ്ടപ്പെട്ടത്. വെരി ടേസ്റ്റി.